വണ്ടിക്ക് കുറച്ച് പണിയുണ്ടെന്ന് രാവിലെ തന്നെ ഒരു ഫോൺ കോൾ വന്നു. അപ്പം തന്നെ ടൂൾസും പെട്ടി എടുത്ത് ഇറങ്ങണേ. നമുക്ക് കോൾ വന്ന് ആലപ്പുഴ എന്നാ. പല ദൈവങ്ങളെ മനസ്സ് വിചാരിച്ചിട്ടാണ് ജീവനായിട്ട് ഈ പാലത്തിൻ്റെ അടിപൊളി പോണത്. എപ്പോഴാണ് എന്താ തലയിലൊന്നും വീഴുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അതുപോലത്തെ ഒരു പാലം പണി. പിന്നെയും നമ്മുടെ സ്ഥലത്തോട്ട് യാത്ര തുടങ്ങി. വിചാരിച്ചതിനേക്കാൾ ദൂരം കൂടുതലുള്ള ഇനിയുണ്ട് പോകാൻ. നടുവൊക്കെ നിവർത്തിയിട്ട് പോകാൻ കരുതി. ഇന്റർഗൺ ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് 48 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പെട്രോളിൻ്റെ കട്ടയും മിന്നി തുടങ്ങി. ഈ വണ്ടിയാണ് നമുക്ക് പണിയുണ്ട്, സാൻഡ്രോ സിംഗ്. വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കസ്റ്റമർ തന്നെ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് കസ്റ്റമർ പറഞ്ഞത്. എഞ്ചിൻ ഓയിൽ, ഗിയർ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ്, കൂളൻ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഇതിനകത്ത്. നമ്മൾ സർവീസ് മാത്രമല്ല, ക്ലച്ചും മാറുന്നുണ്ട്. ക്ലച്ച്, പ്രഷർ പ്ലേറ്റ്, ഡിസ്ക്, പിന്നെ അതുപോലെ റിലീസ് ബെയറിങ്, ഇതിൻ്റെ കൂടി കുറവുണ്ടാകുന്നു ആ വീൽ ബെയറിങ്. പിന്നെ ക്ലച്ച് കേബിളും ഇതിൻ്റെ ഒപ്പം മാറേണ്ട ഏതായാലും. പിന്നെ നല്ല വീൽ സിലിണ്ടർ, ബ്രേക്ക് ഫ്ലൂയിഡ് കുറവുണ്ടാകുന്നു. അപ്പോൾ വീൽ സിലിണ്ടർ ഒന്നും പുള്ളി ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ട്. ബോണറ്റ് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ പണിയിലോട്ട് കിടക്കുകയാണ്. ഇടിവെട്ടി അതിൻ്റെ തലയിൽ തേങ്ങ ഇടുന്നുള്ള അവസ്ഥയാണ് നമ്മളെ. വീലായിക്കിടാൻ സ്റ്റെഡ് ഒടിഞ്ഞ് പോകുന്നുണ്ട്. ഓൾറെഡി ആരാണ്ടും ത്രെഡ് തെറ്റിച്ചാണ് കയറ്റിയേക്കണത്. ഉച്ചയോടെ നമുക്ക് ഗിയർ ബോക്സ് ഒക്കെ ഇറക്കി. അപ്പോൾ ആ ഗിയർ ബോക്സ് നിലത്തോട്ട് വരില്ല എന്ന് വെച്ചാൽ ക്രോസ് തട്ടിക്കുക, കാരണം സൈഡിലോട്ട് വെച്ചാണ്. എന്നിട്ട് ക്ലച്ചൊക്കെ ഊരി എടുത്ത് നമ്മൾ നല്ല അത്യാവശ്യം നല്ല രീതിക്ക് തീർന്നിട്ടുണ്ട്. അതുപോലെ നല്ലോണം കത്തിയിട്ടുമുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലൈ വീല് നമുക്ക് പോളിഷ് ചെയ്യേണ്ടി വന്നാണ്. അതുകൊണ്ട് ആ ഗ്രൂസൊക്കെ റിവെറ്റ് ഏകദേശം എത്താറായെന്നല്ല, കുറച്ചുകൂടി ആണെങ്കിൽ ഇപ്പോൾ തീരുമാനമായിരുന്നു ഫ്ലൈ വീലിൻ്റെ കാര്യത്തിൽ. ഒറ്റക്ക് ആയതുകൊണ്ട് തന്നെ ടൂൾസ് അവിടെ ഇവിടെയൊക്കെ ചെതറിക്കിടക്കുകയാണ് കാർ പോർച്ചിൽ. നമുക്ക് ഏതായാലും സമയം ഒട്ടുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലച്ച് തീർക്കണം. ക്ലച്ചിൻ്റെ പരിപാടി തീർത്തിട്ടാണ് നമുക്ക് ഓയിൽ ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ കിടക്കാൻ. അത് ഏറ്റവും വലിയ വഴി എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ റിലീസ് ബെയറിംഗ് കിട്ടാൻ കുറച്ച് ടാസ്ക്കാണ്. അത് മാത്രം കുറച്ച് ടൈം നമ്മുടെ പോകുള്ളൂ. അങ്ങനെ മൊത്തം എല്ലാം കഴിഞ്ഞപ്പോഴേക്കും രാത്രി നല്ലൊരു ടൈമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓയിൽ ലീക്കൊക്കെ ഉണ്ടാകുന്ന എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത്, അതുപോലെ ഗിയർ ബോക്സ് നിറയെ ഓയിൽ അടിച്ചിരിക്കണം, അതൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് നല്ല സമയം നമുക്ക് പോയിട്ടുണ്ട്. ഇടത്തുമ്പോൾ എന്തായാലും ഒരു നേരവും. അങ്ങനെ നമ്മുടെ മൊത്തം എല്ലാ പണിയും തീർത്ത് വിഷയം കൂടുതലും നല്ല രീതിക്ക് ടൈം നല്ലോണം പോയിട്ടുണ്ട്. ഇപ്പോൾ വീടെത്തുമ്പോൾ ഒരു 10-10 ആവും തോന്നും. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ലെയ്ത്തും കാര്യങ്ങളും നമുക്കിവിടെ അടുത്തില്ല. ഇവിടെ അടുത്തൊന്നും ഇല്ലെന്ന പുള്ളിയാണ്. പിന്നെ നമുക്ക് ബെയറിംഗ് ഒക്കെ അടിച്ചൂരേണ്ട ഒരവസ്ഥ വന്ന് പുള്ളി നല്ല രീതിക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്ത്. ഓപ്ഷൻ പുള്ളി തന്നെ പറഞ്ഞു ബെയറിംഗ് ഒക്കെ അടിച്ച് തന്നെ ഉരിക്കുമോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ വീൽ സ്റ്റഡൊക്കെ മാറാണ്ടാവുന്നു. പിന്നെ പ്ലഗ് മൊത്തം നല്ല നമ്മൾ ഉദ്ദേശിച്ചാലും ടൈം നല്ലോണം മാറിപ്പോയി. നമ്മുടെ നെഞ്ചിത്തട്ടം നല്ല കട്ടൊക്കെ നമ്മുടെ കൂടെ നിന്നാറും നമുക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. പുള്ളിയെ നല്ല രീതിക്ക് ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. ലാസ്റ്റ് നമ്മൾ ടൂൾസൊക്കെ പാക്ക് ചെയ്ത് നമ്മളിപ്പോൾ യാത്ര പറയുകയാണ്. പണിയെല്ലാം കഴിഞ്ഞാൽ എല്ലാം സെറ്റായി. ലാസ്റ്റ് ഒരു കട്ടൻ. വിശപ്പ് നല്ല രീതിക്കുള്ള ചായക്കൊക്കെ നല്ല ടേസ്റ്റി, ഒന്നും പറയണ്ട. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.